ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ഇന്ത്യയുടെ ഏകദിന ടീം എന്തുകൊണ്ടും കരുത്തരാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതും. മാത്രവുമല്ല, വിജയിച്ച 2 കളികളിലും 4 വിക്കറ്റ് ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് എന്ന പ്രത്യേകതയുമുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ ജയങ്ങൾ ഇന്ത്യയെ സഹായിക്കും. ഒപ്പം ക്യാപ്റ്റന്റെ കിടിലൻ തിരിച്ചുവരവ് കൂടിയായതോടെ ടീം ഇന്ത്യ എന്തുകൊണ്ടും സജ്ജമായിരിക്കുകയാണ്. അതേസമയം ആദ്യ 2 കളികളിലും വിജയം നേടിയെങ്കിലും ഈ മത്സരങ്ങളിൽ ഇന്ത്യ നടത്തിയ ചില പരീക്ഷണങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇതിലൊന്ന് KL രാഹുലിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ കൊണ്ടുവന്ന മാറ്റമാണ്. ആദ്യ 2 ഏകദിനങ്ങളിലും ബാറ്റിംഗ് ഓർഡറിൽ 6ാമതായാണ് രാഹുലിനെ ഇന്ത്യ ഇറക്കിയത്. സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ രാഹുലിനെ മറികടന്ന് ഇന്ത്യ അക്സർ പട്ടേലിനെ ഈ കളിയിൽ ബാറ്റിങ്ങിന് ഇറക്കി എന്നതും ക്രിക്കറ്റ് പ്രേമികൾ ശ്രദ്ധിച്ച കാര്യമാണ്. ഇതിൽ 5ാം നമ്പറിലേക്ക് പ്രമോഷൻ ലഭിച്ച അക്സർ 2 കളികളിലും തിളങ്ങിയപ്പോൾ രാഹുൽ 2 മത്സരങ്ങളിലും ഫ്ലോപ്പായി. ഏകദിന ക്രിക്കറ്റിൽ 5ാം നമ്പറിലാണ് രാഹുൽ കൂടുതലും ബാറ്റ് ചെയ്തിട്ടുള്ളത്. ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ രാഹുലിന്റെയും അക്സർ പട്ടേലിന്റെയും ബാറ്റിംഗ് പൊസിഷനിൽ ടീം ഇന്ത്യ നടത്തിയ പരീക്ഷണത്തിന് എതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ദൊഡ്ഡ ഗണേഷ്. രാഹുലിനെ പോലൊരു ബാറ്ററെ മനഃപൂർവ്വം ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറക്കുന്ന ഇന്ത്യൻ ടീമിന്റെ നീക്കത്തെ വിമർശിക്കുന്ന ദൊഡ്ഡ ഗണേഷ് ഈ നീക്കത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മികച്ച ബാറ്ററായ രാഹുലിനെ 6ാം സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് പിന്നിൽ എന്ത് യുക്തിയാണ് ഉള്ളതെന്ന് ചോദിക്കുന്ന മുൻതാരം, ടീം സ്കോർ 3 വിക്കറ്റ് നഷ്ടത്തിൽ 5 എന്ന നിലയിലായിരിക്കെ ഒരു ട്രിക്കി പിച്ചിൽ അക്സറിനെ രാഹുലിന് മുൻപ് അയക്കാൻ ഇന്ത്യക്ക് ധൈര്യമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അതിന് ധൈര്യമില്ലെങ്കിൽ ഈ പരീക്ഷണത്തിന് എന്തർത്ഥമുണ്ടെന്നും അദ്ദേഹം ചോദിക്കുന്നു. അതേസമയം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും 6ാം നമ്പറിൽ കളിക്കാൻ ഇറങ്ങിയ രാഹുലിന് ആകെ 12 റൺസ് മാത്രമാണ് നേടാനായത്. നാഗ്പൂരിൽ നടന്ന 1ാം ഏകദിനത്തിൽ 2 റൺസിനും കട്ടക്കിൽ നടന്ന 2ാം ഏകദിനത്തിൽ 10 റൺസിനുമാണ് രാഹുൽ പുറത്തായത്. ഏകദിനത്തിൽ രാഹുൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ബാറ്റ് ചെയ്തത് 5ാം നമ്പറിലാണ് എന്നതും ശ്രദ്ധേയം. ഇതുവരെ 30 ഏകദിന ഇന്നിംഗ്സുകളിൽ 5ാം നമ്പറിൽ ബാറ്റ് ചെയ്ത രാഹുൽ 1259 റൺസ് നേടിയിട്ടുണ്ട്. 5ാം നമ്പർ ബാറ്ററായി 57.22 ബാറ്റിംഗ് ശരാശരിയാണ് ഏകദിനത്തിൽ ഈ സൂപ്പർ താരത്തിനുള്ളത്. എന്തായാലും അടുത്ത മത്സരത്തിലും രാഹുൽ 6ാം നമ്പറിൽ തന്നെ ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത. മാത്രവുമല്ല, ബെഞ്ച് ശക്തി പരീക്ഷിക്കാനും ടീം ആലോചിക്കും.